ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വേർ ഈസ് ജോബി. നല്ലതാ വെയിറ്റ് ലോസിന്. പക്ഷെ ഇതെല്ലാം പുളുപുളുവാ. ലിഫ്റ്റിക്കൊക്കെ നല്ല ഇത് മാത്രം. നീ എന്നെ ഫുൾ എക്സ്പയർ ആക്ക്. ഇതോ ആ പഠിച്ചോനെ. ഹായ് ഗൈസ്, അങ്ങനെ വെൽക്കം ടു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വേർ ഈസ് ജോബി. ബാക്കി പറയ്. നമ്മളില്ലേ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ ചില സമയത്ത് വ്ളോഗ് എടുക്കും, പക്ഷെ അത് എഡിറ്റ് ചെയ്തിടില്ല. പക്ഷെ ഈ വ്ളോഗ് ഞാൻ എന്തായാലും ഇടും. ഞാൻ പറയട്ടെ, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു 10 മിനിറ്റിൻ്റെ എങ്ങാനും ഉണ്ടാവുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ നോമ്പാണല്ലോ. അപ്പം ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അതായത് വീട്ടിലത്തെ പർച്ചേസിങ് അല്ല, എൻ്റെ വെയിറ്റ് ലോസിൻ്റെ പർച്ചേസിങ് ആണ്. കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് വ്ളോഗാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് പൈസ ഇല്ലല്ലോ. മഷ്റൂമാണ്. ഞാൻ ആക്ച്വലി മഷ്റൂം ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു മഷ്റൂം വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കി. മഷ്റൂം നല്ലതാണ് വെയിറ്റ് ലോസിന്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് ട്രൈ ചെയ്യാൻ പോകണേ. ഗൈസ്, ഫ്ലോപ്പ് ആവില്ലെന്ന് വിചാരിച്ചു. ഇതാണ് മഷ്റൂമേ. ഇല്ല, അത് ഓരോ ടൈപ്പ് ഓഫ് മഷ്റൂം ആയിരിക്കും. ഇതിന് എത്ര എമൗണ്ട് എന്ന് കാണിക്കുന്നില്ലല്ലോ. 80 rupees. ഈ മഷ്റൂം അല്ലെങ്കിൽ ഈ മഷ്റൂമാ വേണ്ട. അതിന്റെ അപ്പുറത്ത് ചെറുതുണ്ട്. അതിന്റെ അപ്പുറത്ത് വെറുതുണ്ട്. എവിടെ? അയ്യോ സോറി, അത് ലാസ്റ്റ് വന്നത്. മഷ്റൂം അങ്ങനെ ഉണ്ടാവും. ആണോ? ഞാൻ പിന്നെ ഇങ്ങനെ കണ്ട് പരിചയമില്ല, തിന്ന് പരിചയമുള്ള ആ സമയത്ത്. ഇതൊക്കെ എന്റെ വാക്കാക്കന്റെ വീട്ടിൽ കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. അതുകൊണ്ട് വാങ്ങുന്നില്ല. ഇത് മൾബറി. പിന്നെ എത്ര രൂപയാ? അതിന്റെ അതിലുണ്ടാവും. ഇതിൽ കാണുന്നില്ലല്ലോ. 220. 220ഓ? എന്റെ വാക്കാക്ക എപ്പോഴോ കോടീശ്വരൻ. അവിടെ ബ്ലൂബെറി വേണ്ട. ബ്ലൂബെറി ഓൾറെഡി എന്റെ സ്റ്റോക്ക് ഉണ്ട്. ആപ്പിൾ എടുത്ത് അന്ന് മേടിച്ചേ. ഇതിന് ഓഫർ ഉണ്ടോ? 200 കുറവല്ലേ? നമ്മൾ അന്ന് മേടിച്ചപ്പോ 100 സംതിങ്. അത് ഊട്ടിന്നല്ലേ, ഇത് ഊട്ടിയല്ല. നല്ല അടിപൊളി സ്ട്രോബെറി ഗൈസ്. ഇന്ന് എത്രയാ? 199. എടുക്കണോ? ആദ്യം ബാക്കി ഫ്രൂട്ട്സ് മേടിക്കും, കണ്ട നമുക്ക് നോക്കാം. ലിസ്റ്റ് കൊണ്ടാ വന്നിക്കുന്നത്. ആ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാകുന്ന ഇതില് പെടുന്നല്ല. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ലിപ്സ്റ്റിക് നല്ല ഇത് മാത്രം. ഓറഞ്ച് കഴിച്ച് ലെറ്റ്സ് ബൈ. കുറച്ച് പൊമാഗ്രനേറ്റ്, മിൽക്ക്, ബ്രൗൺ ബ്രെഡ്, യോഗർട്ട്. ഇത് ചളിയുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടോട്ടോയിൽ ചളി ഉണ്ടാവൂലേ? അപ്പൊ ഇതെന്ത്? എന്തായി പറയുന്നത്? അതും സ്വീറ്റ് പൊട്ടോട്ടോ തന്നെ, ചെറുത്. നല്ല പൊട്ട. ഇത് രണ്ട് കളറാ. അത് സ്വീറ്റ് പൊട്ടോട്ടോ ആണേ. 38 കിലോ. ചൈനീസ് പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ. ചൈനീസ് പൊട്ടോട്ടോ ഇതാണ്. എന്താ ഒന്നും അറിയുന്നില്ല. റേറ്റ് അല്ല. ഇത് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ്. ആരോ പറഞ്ഞു പറ്റിച്ചു. അല്ല, നല്ലയാ ആണ്. ഓക്കെ, ഇനി എത്ര എമൗണ്ട്? 110. അതെടുത്തോ. ജെമിനിയും ഗേൾ ഫ്രണ്ട്സ് ആണ് ഗൈസ്. എല്ലാം ചോദിക്കും, ജെമിനി ഓക്കെടാ, ഞാൻ എന്നോട് തെറ്റിയടാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സിനിമ ചോദിച്ചു, ഏത് പെണ്ണിനോട് ഈ ജെമിനിനോട്, ഏത് പെണ്ണിനോട് ആവശ്യം? പെണ്ണല്ല, എന്റെ ജെമിനി ആണ് കേട്ടോ. അനാവശ്യം പറയാൻ പാടില്ല. അല്ല, അന്ന് നീ ചോദിച്ച പെണ്ണിനോടാണ്. അല്ലല്ല, അന്ന് നീ ചോദിച്ച പെണ്ണിനാണ്. അത് വാടിയതല്ല, അത് അങ്ങനെയാ. എനിക്ക് വാടിയ കുക്കുമ്പർ ഇഷ്ടമല്ല. വാടിയതല്ലടി, കുക്കുംബർ അങ്ങനെയാ. ഇന്ത്യൻ കുക്കുംബർ ആണ്. അത് പാകിസ്ഥാന്റെ. സീരിയസ് ആയിട്ട് പറ, ഇത് ടേസ്റ്റ് ഉണ്ടാവോ? ഇതാ ടേസ്റ്റ്, ഇതാ തിന്നാ ടേസ്റ്റ്. പച്ചക്ക് ജ്യൂസ് അടിക്കാനാ? ജ്യൂസ് അടിക്കാനും തന്നെ. അല്ല, ജ്യൂസ് അടിക്കാൻ നിങ്ങക്ക് അതിന്റെ ജ്യൂസ് അടിക്കില്ല, പച്ചക്ക് തിന്നുള്ളൂ. എന്നാ ഇതെടുത്തോ. ഇതെല്ലാം പുളുപുളുവാ. അതങ്ങനെ കുട്ടിയെ. മറ്റത് അങ്ങനല്ലോ. അതങ്ങനല്ല, അത് കുറച്ച് തണ്ടും തടിയുള്ളതാ. നിങ്ങക്ക് ബുദ്ധിയില്ലാന്ന് നീ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നു. ബുദ്ധിയില്ലാത്ത നാട്ടുകാർക്ക് ഈ വ്ളോഗ് കാണുമ്പോ അതോടെ മനസ്സിലായിക്കോളും. 3 മതിയാ? ടേസ്റ്റ് അറിഞ്ഞിട്ട് മേടിച്ചാ പോലെ. ഓക്കെ, ഇന്ന് നോമ്പില്ലല്ലോ, ഇന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അത് ചക്ക അല്ല, അത് വാട്ടർ മെലോണാ. ചക്ക ഇതാണ്. ചക്ക നിന്റെ വീടിന്റെ മരത്തുമ്പണ്ടേ. ഞങ്ങള് പാരമ്പര്യമായിട്ട് കുറെ ചക്കന്മാരുള്ള വീട്ടിലുള്ളതാ. ചക്കക്കാര് എന്തൊക്കെ ചക്ക എന്നറിയാം? വരിക്കച്ചക്ക, പഴഞ്ചക്ക, ആപ്പിൾ ചക്ക,
എല്ലാ ചക്കയാണ്, അതുകൊണ്ട് എനിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. തള്ള് ഞാൻ കണ്ടില്ലല്ലോ ചക്ക ഒന്നും. ഇതൊന്നും പോത്തിട്ടില്ലല്ലോ. അപ്പൊ പുറത്തുനിന്ന് ഇത് പഴുത്തുണ്ടാവോ? എനിക്ക് ബ്രോക്കോളി അതൊന്നും വേണ്ട. എന്ത് കോളി എനിക്ക് വേണ്ട. ഇങ്ങോട്ട് വന്ന് നോക്കേ, ഇത് നല്ലതാണ് ആക്ച്വലി വെയിറ്റ് ലോസിന്. പക്ഷെ എനിക്ക് സാധനം ഇഷ്ടമല്ല ഇത് ഉണ്ടാക്കണം. ആ പക്ഷെ അതിൻ്റെ പോപ്കോൺ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ബ്രോക്കോളി വേണ്ട. ഇത് വേണം, റോബസ്റ്റ്. നന്ദിയില്ല. പിന്നെ റോബസ്റ്റ് വേണം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോബസ്റ്റ്. ജ്യൂസ് അടിക്കാനും സ്മൂത്ത് അടിക്കാനൊക്കെ അടിപൊളിയാണ്. പൊമഗ്രാനേറ്റ് വേണം. നീ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടല്ലേ നീ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായി. ഇതൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടുന്ന് മേടിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടൂല. നീ അവക്കാട് ബട്ടർ ഇടുന്ന ഇട്ടത് മീൻസ് ഈ ബട്ടർ ആണോ അല്ല അവക്കാടാണോ അല്ലെങ്കിൽ മറ്റേതാണോ എനിക്കറിയില്ല. അല്ല ലിസ്റ്റിലിട്ടത് ഇതാ. ഓ ആ ബട്ടർ അല്ല, മറ്റേ ബട്ടർ. ഇത് മേടിക്കണോ അല്ലെങ്കിൽ കുഞ്ഞിത് പാളയത്തുനിന്ന് കുഞ്ഞ് വാങ്ങാം. ഓക്കെ. അപ്പോൾ പൊമഗ്രാനേറ്റ് നല്ലതാണ്. ആൻഡ് ബെറീസ് ആൾസോ അടിപൊളിയാണ്. ഇവരെയൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടംമാതിരി ഉണ്ട്. അടുപ്പിച്ച് തള്ള് ചീസിന് വന്നേക്കാണ്. ഇതെന്ത് സാധനം? ഫാഷൻ ഫ്രൂട്ട്. ഇതോ പോയാണ് ഫാഷൻ ഫ്രൂട്ടാണ് ഇതോ. ആ പഠിച്ചോനെ എന്റെ കെട്ടൊക്കെ ഒന്നും അറിയില്ല ഗൈസ്, ഒരു അന്തമില്ല. ഫാഷൻ ഫ്രൂട്ടാണ്. ഇത്ര വിവരമുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ട് വേറെ കളറാ, കുറെ കുത്തൊക്കെ ഉണ്ടാവും. അല്ല ഇതും ഫാഷൻ ഫ്രൂട്ട് തന്നെ. ബ്രൗൺ ബ്രെഡ് മേടിക്കാം. ബ്രൗൺ ബ്രെഡ് മേടിക്കണം. യോഗട്ട് മേടിക്കണം. യോഗട്ട് ക്രംബറി അല്ലേ? പിന്നെ മിൽക്കി മിസ്റ്റോ. അതെ, ക്രംബറിക്ക് മിൽക്കി മിസ്റ്റ് ഇഷ്ടമല്ല. നോക്കിയേ, മൂടുള്ള ടിന്ന് മേടിക്കണം. അത് താഴത്ത്, അത് വലുതാവും. ഏതാ മേടിക്കണ്ടേ? അത് വാങ്ങിച്ചാ എനിക്ക് ഇതിന്റെ ഇത്ര ഇനിയും ബാക്കിയുണ്ട്. വാങ്ങിച്ചതോ? ഫുൾ എക്സ്പയർ ആക്കുന്ന മാത്രം ഉപയോഗിക്കുന്നേ. എപ്പോ അമ്മ യോഗട്ട് കഴിക്കൂല. ഇത് മിൽക്കി മിസ്റ്റിന്റെ അല്ല, ഇങ്ങനത്തെ ഒരു മൂടിയുള്ള പാല ഞാൻ മേടിച്ചത്. അത് എനിക്കറിയില്ല. അമൂലിന്റെതാണ്. അമൂലിന്റെ മൂടിയുള്ളതില്ല, മൂടിയില്ലാത്തതേ ഉള്ളൂ. അതേതാ? സ്കിംഡ് മിൽക്കാണോ? ഫാറ്റ് ഉണ്ടോക്ക്? ഇതൊക്കെ കാണും, പക്ഷെ നമ്മൾ ഇതൊന്നും എടുക്കരുത്. നേരെ ഇതൊക്കെ കാണും, ഒരിക്കലും ഇതൊന്നും എടുക്കരുത്. നമ്മൾ അടിയിലേക്ക് പോവാ. ഇതൊക്കെ ടോട്ടൽ ഫാറ്റ് 1.3. പിന്നെ കോഫി കുടിക്കുന്ന ആൾക്കാർ കോഫിയും അടിപൊളിയാണ് ഗൈസ്, പക്ഷെ ഞാൻ കോഫി കുടിക്കൂല. എന്തെങ്കിലും തീരുമാനമാവതേ ഇതന്നെ എടുത്തോ. പിടിച്ച് ഗൈസ് ഡയറ്റ് വെക്കുന്ന ആള് ചീസ് ഫാറ്റ് 25, പക്ഷെ ചീസ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. എന്താക്കണ്ടേ? ചെറുത് കിട്ടുമോ? അതന്നെയാ ചെറുത്. അല്ല, ഇതിൽ കുറെ പീസസ് ഉണ്ട്. ഞാൻ അന്ന് 4 പീസിന്റെ മേടിച്ചു. അതിന്റെ ഇപ്പുറത്ത് മിൽമന്റെ 5 പീസ് ഉള്ളത് 85. 26 ഉണ്ട് ഫാറ്റ്. വേണ്ടെന്നോ ഒഴിവാക്കി. നമുക്ക് ഫാറ്റ് ഇല്ലാത്ത കളികളാണ്. നമ്മുടെ അടുത്തന്നെ ഒന്നും ഫാറ്റ് ഇല്ലല്ലോ. കുറച്ചൊക്കെ ഫാറ്റ്, ഗുഡ് ഫാറ്റ് ആവണേന് ഒരു പ്രശ്നം. എന്നാ നീ ചെറുത് അതെടുത്തോ. അത് എത്രയാ ബോക്സിന്? ചീസാ? ചീസ് തന്നെ, ബട്ടർ ചീസ് അല്ല. നിനക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. ഇതാ അതിന് ഇത്രയും ബട്ടർ ഒന്നും എടുക്കൂലല്ലോ, നുള്ളല്ലേ എടുക്കുള്ളൂ. ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ. അത് ഇതിന് എത്ര രൂപ? 500 രൂപ ഉണ്ടാവും. ഈ തിന്നോ? ഞാൻ തിന്നോന്ന് എനിക്കറിയില്ല, എനിക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട്. 230. പക്ഷെ ചെറിയ അന്ന് ഉണ്ടാക്കില്ല, നല്ല ടേസ്റ്റ്. അത് ഈ പാസ്ത ആയിരിക്കൂല. എനിക്കെന്തിനാ ചില്ലി ഫ്ലേക്സ്? ചില്ലി ഫ്ലേക്സ് തിന്നാന് അതെങ്ങനെ ഉണ്ടാവും അറിയോ? എനിക്കറിയാം, മുളക് ഇങ്ങനെ. അപ്പൊ അറിയാലോ. പിന്നെന്താ വേണ്ടേ? ഒറിഗാനോ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പാസ്തക്ക് ഒരു ഭംഗിക്ക് ഒറിഗാനോ ഇടുന്ന രസല്ലേ. പിരിയാണോ? ഏതെടുക്കാൻ തീരുമാനിച്ചു? ചെറുതാ വലുതാ ലാഭം? നമ്മൾ ഫുള്ള് ലാഭം തൊട്ടുള്ള കളിയുള്ളൂ അല്ലേ. പണ്ട് നമ്മള് പൈസ നോക്കല്ലേനല്ലോ. അതോ പൈസ ഒന്നും നോക്കുന്നില്ല, നമ്മൾ പൈസനേക്കാളും വലുത് ഹെൽത്ത് ആണ് ഗൈസ്. ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാത്തിന്റെയും ബാക്കിൽ 5 പ്രാവശ്യം നോക്കിയിട്ടാ ഓരോ സാധനം എടുത്തത്. എന്നിട്ട് അറിയാം പൈസ ഒന്നും നോക്കാറില്ല. നമ്മള് വെറുതെ അനാവശ്യമായിട്ട് പൈസ അവർക്ക് കൊടുക്കണം. വേണ്ട, നമ്മളെ പൈസയുടെ. പിന്നല്ലേ നാളെ എൻ്റെ വെയിറ്റ് ലോസിന്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഓർക്ക് ഞാൻ മോട്ടീവായിട്ട് നിൽക്കണ്ടേ.
അപ്പോൾ നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് ഡിഫറെൻറ്റ് അടിപൊളി സാധനങ്ങളെല്ലാം. അയ്യോ ഓട്സ് ഓട്സല്ലേ നീ ഉണ്ട് പറഞ്ഞേ? കുറച്ചുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് പോയിട്ട് ആകെ കുറച്ച് പൈസ ആയിട്ടുള്ളൂ ഗൈസ്. ഇട്ട് തന്നിട്ട് വേണ്ടേ ക്ലിപ്പ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ നമ്മളെന്താ ചെയ്യുന്നത് ഇനി? എന്താ ചെയ്യുന്നത്? ഫുഡ് അങ്ങ് വിശക്കണ്. എവിടേക്കാ പോകുന്നത് ഫുഡ്? നമുക്ക് മോസോണിൽ പോവാം. ഓക്കെടാ. അപ്പോൾ ഹാബിച്ച വിശന്ന് വലഞ്ഞു മോസോണിലെത്തി. എന്താ ഹാബിച്ച കഴിക്കാൻ പോകുന്ന? ഏറ്റവും നല്ല പ്രോട്ടീനും ഇത് കാർബാണ്, അത് കുറച്ച് കഴിക്കാം. ഇത് പ്രോട്ടീനാണ്, പിന്നെ ഇത് വെജീസാണ്, പിന്നെ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ ഇത് നല്ലോണം കഴിക്കണ്ട കേട്ടോ. മയോണൈസ് ഞാൻ കഴിക്കലില്ല. അപ്പം നമ്മൾ കുറച്ച് റൈസ് എടുക്കാം. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് വീണ്ടും കാണാം. നോണ വരുന്നേ അങ്ങനെ നോച്ചു SM സ്ട്രീറ്റിലെ പാത്രങ്ങളും ഏതെടുത്താലും 25 രൂപയുള്ളൂ ഗൈസ്. അപ്പം നോമ്പായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ പാത്രം കുറേ ഉണ്ട്. ഇവിടെ ഒരാള് വാങ്ങിച്ചു കൂട്ടിയൊക്കെ ബോക്സ് എന്തൊക്കെയോ വാങ്ങിച്ചു. ഇതിനൊക്കെ വെറും 150 ഉറുപ്പുള്ള സാധനം. ലാഭല്ല ഗൈസ്. പാളയത്ത് കുറച്ചും കൂടി ഫ്രൂട്ട്സ് വാങ്ങി. ലാസ്റ്റ് ഷോപ്പിംഗ് ഗൈസ്. എല്ലായിടത്തും കഴിഞ്ഞ ഫ്രൂട്ട്സിന് അധികം പാളയത്ത് നിന്നാണ് മേടിക്കല്. അപ്പൊ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പൊ അടുത്ത വ്ളോഗ് ബാക്കി ഇടുക്കിയിലുണ്ട്. അപ്പൊ അടുത്ത വ്ളോഗ് വരും വരെ ഈ വ്ളോഗ് തന്നെ വരും നമുക്ക് വിശ്വസിക്കാം. ഈ വ്ളോഗ് നമ്മൾ ഇടും. അപ്പം എന്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. വേണ്ട. അപ്പൊ ഓക്കെ ബൈ ഗൈസ്.